അജിത ടീച്ചർ HM, പിന്നെ ആശ ടീച്ചർ, സൂറ ടീച്ചറും മോനും, ഇഷാം എന്ന് പറഞ്ഞാൽ കുട്ടിപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് ആയിരിക്കും, പിന്നെ റമില ടീച്ചർ, പിന്നെ മജീദ് മാഷും ഭാര്യ റുക്കിയും, പിന്നെ നൗഷാദ് ഞങ്ങളെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ്, പിന്നെ ഗവൺമെൻറ് UP സ്കൂളത്തെ ടീച്ചർ ഷക്കീല ടീച്ചർ, പിന്നെ ടീച്ചറുടെ മോള് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥിയാണ്, പിന്നെ ഞങ്ങളെ സാജിദ അറിയും കുക്ക് ടീച്ചർ, അതും ഞങ്ങളെ കൂടെ നല്ലൊരു കുടുംബം പോലെ കഴിയുന്നൊരു സ്കൂളാണിത്. സാജിയുടെ മോന് ഷാഹിദിന്, ഈ കുട്ടികൾ 3 നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഈ പോയ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മുതിർന്നവർ എത്ര ആളാണ്? എത്ര ടീച്ചർമാരുണ്ട് ഈ സ്കൂളിൽ? എത്ര ടീച്ചർമാരുണ്ട്? ടീച്ചർ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ടീച്ചറെ മോള് ഇവിടെ പഠിച്ചതുമാണ്. അപ്പോൾ ഞങ്ങൾ ആ കമ്പനി അല്ല ടീച്ചർ ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലിൽ പോകുന്നതാണ്. മസ്നീന് മൊത്തം 13 ആളാണ് ഉണ്ടായിരുന്നത്. രാവിലെ 4:56 എനിക്ക് ബസ്സിൽ നിന്ന് ഒരു വീഡിയോ വിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ മുഖമൊന്നും കാണില്ല. ട്രാവലറിൻ്റെ ഉള്ളിൽ വീഡിയോ വിട്ട് തന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ട്രാവലറിലാണ്, ഇവിടെ തന്നെ ആയിരിക്കും. ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ടീച്ചറാണ് അവർക്കുള്ള ഫുഡൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കൊണ്ടുപോകണം. അതെ, എന്നെ മടങ്ങാതിരിക്കുന്നായിരുന്നു. അവർ പിന്നെ ഫുൾ പ്ലാനിങ് ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അവർ അതിനായിട്ട് വേറെ ഗ്രൂപ്പും ഉണ്ടാക്കി. ആതിരപ്പള്ളിയിൽ നിന്ന് ഫോട്ടോ വന്നു. പോയിട്ടുണ്ട്. പിന്നെയാണ് അവിടെ നിന്നാണ് ഒരു വാൾപ്പാറ അങ്ങോട്ട് മലക്കപ്പാറ പോകുന്നു പറഞ്ഞിരുന്നത്. വണ്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ആതിരപ്പള്ളിയിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. 3:56 ഞങ്ങൾ സ്റ്റാഫ് ഗ്രൂപ്പിൽ HMൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 3:56. അപ്പോൾ ഇതിന് സംഭവം നടക്കുന്ന തൊട്ട് മുന്നേ ടീച്ചർ ബസ്സിൽ ഇരുന്ന് സെൻഡ് ചെയ്തതാവും ആ ഫോട്ടോ. അതിന് ശേഷമാണ് പിന്നെ വിളി. നമുക്ക് കുട്ടികളടക്കം 13 പേരാണ് ഉണ്ടായിരുന്നത്. 14 പേരുണ്ടാവും. ഡ്രൈവർ അടക്കല്ലേ? ഡ്രൈവർ അടക്കം 14 പേരുണ്ട്. അജിത ടീച്ചർ, റമില ടീച്ചർ, ആശ ടീച്ചർ, സുഹറ, സാജി, മജീദ് സാറ്, റുക്കിയ, നൗഷാദ് ഞങ്ങൾ ഡ്രൈവർ, ഷക്കീല UP സ്കൂളിലെ ടീച്ചർ, പിന്നെ അതുപോലെ ഹാഷിം, ഷാദിന്, മസ്നീനും ഈ 3 കുട്ടികളുണ്ട്. അങ്ങനെ 14 കുട്ടികളുണ്ട്. 14 ആളുണ്ട്. 14 പേരുണ്ടേ. മസ്നീനെ ഞാൻ അതിൽ എഴുതിയിട്ടില്ല. 12. പിന്നെ എടുക്കാം. ഇതൊന്ന് കറക്റ്റ് എണ്ണം കറക്റ്റാക്കി നോക്കിട്ടാ. 2 ഡ്രൈവർമാർ വരും. സ്കൂൾ ഡ്രൈവേഴ്സിന് ഡ്രൈവറും ഉണ്ടാവും. അതൊന്നുകൂടി എണ്ണം അത് പിന്നെ എടുക്കാം. അംബിക ടീച്ചറാണ്. അത് എണ്ണ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. 12 ആളല്ലേ? പിന്നെ ഡ്രൈവറും 13 അല്ലേ വരിക? നിങ്ങളൊന്നൊരു എണ്ണ. എൻ്റെ പേര് യശോദ എന്നാണ്. മറ്റു പേര് റസീന. ഇത് ഹസനത്ത് ടീച്ചർ. ഹലോ ടീച്ചറെ. ഷഹദീന്, ഞങ്ങളുടെ ഡ്രൈവറും പിന്നെ വാൻ ട്രാവലറിന്റെ ഡ്രൈവറും. ഷഹദീന് കുഴപ്പമില്ലാന്നാ പറഞ്ഞു ടീച്ചറെ. ഹിഷാമ്, സൂറ ടീച്ചറെ. ഹിഷാമ്, സൂറ ടീച്ചറെ പോലുണ്ട്. പക്ഷേ ഈ ശേഷം ആ ടീച്ചർക്ക് സുഖമില്ലാതെ ഞാനും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും 9 വർഷമായി. എൻ്റെ ശേഷമാണ് സൂറ ടീച്ചറും ആശ ടീച്ചറൊക്കെ വന്നത്. അവർക്ക് ട്രാൻസ്ഫർ ആയി വന്നതാണ് വേറെ സ്കൂളിൽ നിന്ന്. ഞാനാണ് ഏറ്റവും ജൂനിയർ. ഇതിപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപിക അജിത ടീച്ചറല്ലേ? ആ ടീച്ചർ ഇപ്പോൾ എത്രയായി വന്നു? 2 വർഷമായിട്ടുള്ളൂ. പ്രധാന അധ്യാപികയുള്ള അജിത ടീച്ചർ 1 വർഷമുള്ളൂ ഇനി റിട്ടയർഡ് ആവാൻ. 2 വർഷം ആകെ 3 വർഷത്തിന് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി 1 വർഷം കൂടി ഉള്ളൂ. ചുറ്റുപാടുള്ള പ്രദേശവാസികളൊക്കെ തന്നെയാണല്ലേ ടീച്ചർമാർ? നമ്മളെ ഈ പാങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്. ടീച്ചർ കൊളത്തൂരുന്നുണ്ട്. ബാക്കി എല്ലാവരും പാലൂര്. ബാക്കി ഒരു ടീച്ചർ കൊളത്തൂരും. ബാക്കിയുള്ളവരൊക്കെ പാങ്ങിലുള്ളവർ തന്നെയാണ്. അങ്ങനെ പോവാറുണ്ട്. സ്ഥിരം വിളിക്കുന്ന വണ്ടിയാണോ? ഇത് വിളിക്കാത്ത കാണാത്ത വണ്ടിയാണിത്. നല്ല സൗഹൃദത്തിലായിരുന്നു അല്ലേ കുറെ കാലമായിട്ട്? പോലെ കഴിയുന്ന സ്കൂളാണിത്.
അത്രയും സമയം സംസാരിക്കാം, അതുകൊണ്ട് ഇങ്ങോട്ട് വരാതെ തന്നെ ഇരുന്നത്. നമുക്കത് ഉൾക്കൊള്ളാതെ ഇതുണ്ടായിരുന്നില്ല.